ആദ്യം ഈ ഡീല് ഫൈനലായിട്ടില്ല. താങ്കൾ ഇന്നത്തെ പീയൂഷ് ഗോയലിൻ്റെ പത്രസമ്മേളനം കേട്ടില്ലേ? വൺസ് ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ് ദ ഡീറ്റെയിൽസ് വിൽ ബി ഷെയർഡ്. ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങണം. ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്താലേ ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെ പലരും പലരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് കഥയും ത്വരകഥയും നോവലൊക്കെ എഴുതുന്നുണ്ട്. ആദ്യം ഇത് ഡീൽ ഫൈനലൈസ് ചെയ്യണം. ഡീൽ എത്താൻ തീരുമാനിച്ചു. ഇന്നെന്ന രീതിയിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് പീയൂഷ് ഗോയലിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഡീൽ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും. അത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഫൈനൽ ആയിട്ടുള്ള ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ. അതുവരെ കാത്തു നിൽക്കാതെ ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു? ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു തമാശ എന്നാൾ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. ബീഹാറിൽ പോയിട്ട് അധികാര യാത്ര നടത്തി അവസാനം 6 സീറ്റായി. ആരോ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് 6 സീറ്റുണ്ട്, ലാലു പ്രസാദ് യാദവിന് 9 മക്കളുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളുടെ അത്ര എണ്ണത്തിൽ സീറ്റ് പോലും കിട്ടിയില്ല. ഈ മനുഷ്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ കൊല്ലമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. നാളെ ആ ഡീല് ഫൈനലൈസ് ആയിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഈ ഇരുട്ട് മുറിയിൽ കറുത്ത പൂച്ചയെ തെരഞ്ഞിട്ട് കാര്യമല്ല. ലെറ്റ് ദി ഡീൽ ബി ഫൈനലൈസ് ആൻഡ് ദി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി മെയ്ഡ്, ദെൻ വി വിൽ ഡിസ്കസ് ഇറ്റ്.